കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഒരിക്കൽ കൂടി പ്രകാശിപ്പിക്കുന്നു. ഈ ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായി പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പിനെ സംബന്ധിച്ച് ഒരു ചെറിയ പ്രതികരണം എന്ന നിലയിലാണ് ഇപ്പോൾ ഞാൻ ഈ ലൈവിൽ വന്നിരിക്കുന്നത്. ആ വീഡിയോ ക്ലിപ്പിൽ ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടുള്ള ഒരു വലിയ ചർച്ച് എന്ന് പറയപ്പെടുന്ന ഒരു കൂടിവരവിൻ്റെ പാസ്റ്ററും സോഷ്യൽ മീഡിയയിലുള്ള തൻ്റെ പ്രഭാഷണങ്ങളിൽ കൂടി ഏലിയൻ സ്പെഷ്യലിസ്റ്റ്, ഓന്തോളജിസ്റ്റ് എന്നൊക്കെ ആളുകൾ വിശേഷിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മാന്യ ദേഹം സുവിശേഷ വേലക്കാരായ ആളുകൾ പരസ്യ കവലകളിൽ നിന്ന് ചെയ്യുന്ന ശുശ്രൂഷയെ അപലപിച്ചുകൊണ്ട് ഇങ്ങനെ ഇവരിൽ പല ആളുകളും കവലകളിൽ നിന്ന് പ്രസംഗിക്കുന്നുണ്ട്. എങ്കിലും ഒരു 5000 പേരെ അക്രൈസ്തവരെ ഈ കാലയളവിൽ ക്രിസ്തു സ്വഭാവത്തിന് അനുരൂപരായി കൊണ്ടുവരുവാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. മറ്റുള്ള ആളുകൾക്ക് ഇടർച്ചയും നാട്ടുകാർക്ക് പ്രശ്നവും ആയിത്തീരുന്നു എന്നുള്ളതല്ലാതെ ഇതുകൊണ്ട് 4 കാശിൻ്റെ പ്രയോജനമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. സോഷ്യൽ മീഡിയ വഴി അനേകർ അതിനെ പ്രതികരിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അദ്ദേഹം മറ്റൊരു പ്രതികരണവുമായി എത്തിയിട്ടുണ്ട്. അതെങ്ങനെയാണ്? അദ്ദേഹത്തെ 50 മിനിറ്റ് സമയം ആരോ ഇൻ്റർവ്യൂ ചെയ്ത കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ ചില വാചകങ്ങളുടെ 23 സെക്കൻഡുള്ള ഒരു ഭാഗം മാത്രം കട്ട് ചെയ്ത് ഏതോ തൽപരകക്ഷികൾ ബോധപൂർവം അത് പ്രചരിപ്പിച്ചതാണെന്നും അല്ലാതെ അദ്ദേഹം അതിനെതിരല്ല എന്നുമാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ആകട്ടെ 50 മിനിറ്റത്തെ ഇൻ്റർവ്യൂവിലെ കാതലായ ഒരു ഭാഗം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം തന്നെ പറഞ്ഞതാണ്. ഇത് വളരെ അപലപനീയമായ ഒരു സ്റ്റേറ്റ്മെൻറ്റുമാണ്. കവലകളിലെ പ്രസംഗത്തെക്കുറിച്ച് അദ്ദേഹം പറയപ്പെട്ടിരിക്കുന്ന അഭിപ്രായത്തോട് ഒരു നിലയിലും യോജിക്കുവാൻ കഴിയുന്നില്ല. ഞാൻ ഈ കവല പ്രസംഗത്തെ സംബന്ധിച്ച് 2-3 വ്യത്യസ്തമായ വീക്ഷണങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒന്ന്, പൊതുവെ അധികം ആളുകളും താല്പര്യപ്പെടാത്തൊരു ശുശ്രൂഷയാണ് കവലപ്രസംഗം. അതിന് 2-3 കാരണങ്ങൾ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ഒന്ന്, എവിടെയെങ്കിലും ചെറുതോ വലുതോ ആയ കൺവെൻഷൻ വേദികളുണ്ടെങ്കിൽ വ്യക്തി സ്വാധീനം ഉപയോഗിച്ചും സ്നേഹിതന്മാരുടെ സ്വാധീനത കൊണ്ടും മറ്റ് പല മാർഗങ്ങൾ കൂടിയും ഈ കൺവെൻഷൻ പുൾപിറ്റുകൾ കയറിപ്പറ്റാൻ നെട്ടോട്ടമോടുന്ന ആളുകളെയാണ് നമ്മുടെ ബ്രദറൻ പെന്തക്കോസ്ത് സഭാവിഭാഗങ്ങളിൽ എവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ കാരണം ഒരു ആണ്ടിൽ ഒരു 10 അല്ലെങ്കിൽ 50 കൺവെൻഷൻ തരപ്പെട്ട് കിട്ടിയാൽ വേണ്ടുവോളം സാമ്പത്തികമാകുന്ന കൂട്ടായ്മയും അത് മുഖാന്തരമായി വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുവാനുള്ള അനുമതി പത്രികയും ഒരുപാട് ആളുകളുമായിട്ടുള്ള വ്യക്തിഗത കോണ്ടാക്റ്റും ലഭിക്കുന്നതുകൊണ്ട് ധാരാളം പണവും പ്രശസ്തിയും പ്രശംസയും കിട്ടാനുള്ള ഒരു മാർഗമാണ് കൺവെൻഷൻ വേദികൾ. ഒരാത്മാവ് പോലും രക്ഷിക്കപ്പെടുന്നില്ല. അക്രൈസ്തവരായ ആളുകളോ മറ്റ് ഇതര എപ്പിസ്കോപ്പൽ വിഭാഗത്തിൽപ്പെട്ട ആളുകളോ മുൻകാലങ്ങളിലെ പോലെ വന്ന് ഇതിന് സംബന്ധിക്കുന്നതുമില്ല എന്നുള്ള യാഥാർത്ഥ്യമാണെങ്കിലും ആ കാരണം കൊണ്ട് തന്നെ പരസ്യ കവലകളിൽ നിന്ന് ശുശ്രൂഷ ചെയ്യുവാൻ ഈ കൺവെൻഷന് വേണ്ടി നെട്ടോട്ട് പോടുന്ന പല ആളുകളും തയ്യാറാകുന്നില്ല. കാരണം പണം കിട്ടത്തില്ല, അംഗീകാരം കിട്ടത്തില്ല. അത് മുഖാന്തരമായി അവർക്ക് ഏതെങ്കിലും വലിയ പ്രയോജനമുണ്ടാകുകയില്ല എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം സാമ്പത്തികമായ പ്രയോജനമുണ്ടാവുകയില്ല എന്നാണ് ഉദ്ദേശിച്ചത്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ കഴിഞ്ഞ ജനുവരി മാസം, അതായത് 2025 ജനുവരി മാസം മുതൽ 2026 ഫെബ്രുവരിയുടെ ആദ്യ വാരം വരെ 214 കവലകളിൽ നിന്ന് ഞാൻ കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ട്. അതിൽ വളരെ തുച്ഛമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ 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 തുച്ഛമായി 2, 3, 4 ആളുകൾ സ്വമേധയാ എനിക്കൊരു കുഞ്ഞു കൂട്ടായ്മകൾ തന്നിട്ടുള്ളതല്ലാതെ അതിൻ്റെ പേരിൽ പിരിവുകളൊന്നും ചെയ്തിട്ടില്ല. ആരും എന്നോട് ബ്രദർ ഇങ്ങനെ ഈ ശുശ്രൂഷയ്ക്ക് പോകുന്നുണ്ടല്ലോ, അതിനെന്തെങ്കിലും പെട്രോൾ ചില എക്സ്പെൻസസോ അല്ലെങ്കിൽ ഫുഡ് എക്സ്പെൻസസോ ഒക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് 1, 2, 3 പേര് എന്നോട് സ്വമേധയാ ഒരു കൂട്ടായ്മ എവിടെയോ കാണിച്ചു ഒഴികെ ആരും തന്നിട്ടില്ല. ഞാൻ ആരോടും കളക്ട് ചെയ്യാനും പോയിട്ടില്ല. എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങൾ തരുന്നതൊക്കെ ആയിട്ടുള്ള ചെലവിന് വേണ്ടിയുള്ള പൈസയുടെ മിച്ചം പിടിച്ചൊക്കെ ഞാനും എൻ്റെ വൈഫും കൂടെ ചെയ്യുന്ന ശുശ്രൂഷയാണത്. ആരോടും പരാതിയും പറയുന്നില്ല.
എന്നാൽ ആ ശുശ്രൂഷകൾ കൊണ്ട് ഒരുപാട് പ്രയോജനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ അനേക ആളുകളെ സുവിശേഷം കേൾപ്പിക്കാൻ ഇടയായിട്ടുണ്ട്. ഇദ്ദേഹം പറയുന്നത് ആരും രക്ഷിക്കപ്പെടില്ലെന്ന്. രക്ഷിക്കപ്പെട്ട പല ആളുകളും നേരിട്ട് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷെങ്കിൽ അവരാരും ബ്രദറൻ സഭയുടെയോ ബന്ധുക്കോസ് സഭയുടെയോ അംഗങ്ങളായി ഒരുപക്ഷെ വന്നിട്ടില്ലായിരിക്കും. അത് അവരുടെ കാര്യം, അവരുടെ ആത്മരക്ഷയെ സംബന്ധിച്ചാണ് ഞാൻ കൂടുതലും വ്യാപൃതനായിട്ടുള്ളത്. ഇനി രണ്ടാമതായി ഞാൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു കാര്യം, ഈ പരസ്യയോഗത്തെ സംബന്ധിച്ച് ഇദ്ദേഹം പറഞ്ഞ ഒരു വിഷയം ഒരളവ് വരെ ശരിയാണെന്ന് സമ്മതിക്കാം. അതായത് ചില വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ ഇങ്ങനെ ഓരോരോ ചെറിയ ചെറിയ ഏരിയയിൽ പരസ്യയോഗത്തിന് വേണ്ടി ഓരോ തലക്കെട്ടും കൊടുത്ത് കർത്താവിന് വേണ്ടി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്നൊക്കെ പറഞ്ഞ് ചില സംഘടനകൾ രൂപപ്പെടുത്തി അതിൻ്റെ പേരിൽ പണം വരുത്തുകയും ആ പണം അവർ ഒരംശമൊക്കെ ഇതിനു വേണ്ടി ചെലവഴിച്ചു എന്ന് തോന്നിപ്പിക്കത്തക്ക നിലയിൽ മാസത്തിൽ ഒരിക്കൽ ഈ ഡ്രമ്മും സൈഡ് ഡ്രമ്മും എല്ലാം കൂടെ കൂട്ടി ഒരു 10-45 പേര് ഒന്നിച്ചു കൂടി ഏതെങ്കിലും 5-6 കവലകളിൽ പോയി ഉച്ചവരെ ഒരു സ്ഥലത്ത് പ്രസംഗിച്ച ശേഷം മടങ്ങി വന്ന് ചെറിയ കൂട്ടായ്മയൊക്കെ വിതരണം ചെയ്ത് ഭക്ഷണം കഴിച്ച് മടങ്ങി പോകുന്ന സ്ഥിതി ഞാൻ കണ്ടിട്ടുണ്ട്. 1-2 യോഗങ്ങൾ 1-2 പേര് എന്നെ വിളിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് അത് ഇങ്ങനെ സംഘടനാപരമായി ഒരു സംഘടന തല്ലിക്കൂട്ടി അതിൻ്റെ പേരിൽ കുറച്ച് പണം വരുത്തുന്ന ആളുകളുണ്ട്. അത് ഒരു ധനാഗമ മാർഗത്തിന് വേണ്ടി ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം. എന്നാൽ ഞാൻ ചില ആളുകളെ കണ്ടിട്ടുണ്ട്, ഈ വക യാതൊരു ഇതുമില്ലാതെ തങ്ങൾക്ക് ലഭിച്ച വെളിച്ചമനുസരിച്ച് കവലകളിലൊക്കെ നിന്ന് ചിലപ്പോൾ ഒറ്റയ്ക്കായിരിക്കാം, ചിലപ്പോൾ 1-2 ആളുകളായിരിക്കാം. ഞാൻ 2 ദിവസം മുമ്പ് പാമ്പാടിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഞാൻ വെണ്ണിക്കുളം മുതൽ ഏതാണ്ട് കറുകച്ചാൽ വരെ 2-3-4 സ്ഥലങ്ങളിൽ ചില സഹോദരന്മാർ നിന്ന് പരസ്യവും നടത്തുന്നത് കണ്ടു. എനിക്ക് വളരെ അത്യാവശ്യമായിട്ട് ഒരു സ്ഥലത്ത് പോയിട്ട് ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ ചവിട്ടി ഇറങ്ങിയില്ല. അല്ലെങ്കിൽ ഞാനിവിടെ ആ കൂട്ടത്തിൽ നിന്ന് 10 മിനിറ്റ് സംസാരിച്ചിട്ട് പോവുകയുള്ളായിരുന്നു. പ്രിയമുള്ളവരെ, അപ്പോൾ ഈ പരസ്യങ്ങൾക്ക് പൊതുവെ ആളുകൾ ഈ കാലഘട്ടങ്ങളിൽ പോകാത്തതിൻ്റെ കാരണം ഇത് പോകുന്നവർ ഇതിനു വേണ്ടി പോകുന്നുണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തിക ആവശ്യമുണ്ടോ, ചിലവുണ്ടോ, അല്ലെങ്കിൽ സഹായങ്ങൾ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു സ്വമേധയാ ഇതിന് സഹായിക്കുന്ന ആളുകൾ വളരെ കുറവാണ്. ചിലപ്പം 1000-1 10,000-2 പേരുണ്ടായേക്കാം, അല്ലാതെ ആരും അങ്ങനെ ചെയ്യാറില്ല. അതല്ലെങ്കിൽ പിന്നെ ചോദിച്ചു വാങ്ങിക്കാൻ കഴിവുള്ള ആളായിരിക്കണം. അതുകൊണ്ട് പണ്ടൊരുത്തൻ കർത്താവിനെന്ന് പറഞ്ഞ പോലെ കിളപ്പാൻ എനിക്ക് പ്രാപ്തിയില്ല, ഇരപ്പാൻ ഞാൻ നാണിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഇത് രണ്ടുമാണ് എൻ്റെ സ്ഥിതി. അതുകൊണ്ട് ഞാൻ ചോദിക്കാറില്ല. അപ്പോൾ എങ്കിലും കർത്താവിനെക്കുറിച്ചുള്ള സ്നേഹം കൊണ്ടുള്ള നിർബന്ധ നിമിത്തം ഇത് ചെയ്തു വരുന്നു. മേലാലും കർത്താവ് പ്രാപ്തിപ്പെടുത്തിയാൽ വയസ്സ് 10-66 ആയെങ്കിലും ആരോഗ്യം ലഭിക്കുവോളം പോകണം എന്ന് താല്പര്യമുണ്ട്. എന്നാൽ ഒരു വസ്തുത ഞാൻ ഓർപ്പിക്കട്ടെ, ഈ കവലകളിലൊക്കെ പ്രസംഗിക്കുന്ന ആളുകളെ അതൊരു ഗുണവുമില്ലാത്തതാണെന്നാണ് ഈ ഒരുപാട് ആയിരക്കണക്കിന് വിശ്വാസികളുണ്ടെന്ന് അഭിമാനിക്കുന്ന ഈ പാസ്റ്ററുടെ ഒരു പ്രത്യേകമാകുന്ന വിമർശനം. ഈ ലോക പ്രശസ്തരാകുന്ന പല പ്രസംഗരുടെ കൂട്ടത്തിലുള്ള ആളുകളുടെ ചരിത്രം ഞാൻ പഠിച്ചിട്ടുണ്ട്. മഹാനായ സ്പർജൻ, അദ്ദേഹം ഇംഗ്ലണ്ടിലെ മെട്രോപൊളിറ്റൻ ടാബർനാക്കിൽ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും പൊതുയോഗങ്ങൾ നടത്തി പ്രസംഗിക്കുന്ന ആളായിരുന്നു. അപ്പോൾ തന്നെ അദ്ദേഹം കവലകളിൽ ധാരാളം പ്രസംഗിച്ചിരുന്നു. D.L. മൂഡി വളരെ പ്രശസ്തനായ ഒരു ശുശ്രൂഷകനായിരുന്നു. അനേക കവലകളിൽ പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ചാൾസ് വെസ്ലിയും ജോൺ വെസ്ലിയും ഇരുവരും ഇംഗ്ലണ്ടിൻ്റെ ചരിത്രത്തിൽ ശ്രദ്ധേയമായ മാറ്റം വരുത്തിയ ആളുകളും മെത്തഡിസ്റ്റ് ചർച്ചിൻ്റെ സ്ഥാപകന്മാരായ ചരിത്രത്തിൽ രംഗപ്രവേശം ചെയ്ത ആളുകളുമാണ്. അതിൽ ജോൺ വെസ്ലി പ്രസംഗകനായും ചാൾസ് വെസ്ലി പ്രസംഗകനും പാട്ടുകാരനുമായും ഇംഗ്ലണ്ടിൻ്റെ രാജ്യവീതിയിൽ ഇംഗ്ലണ്ട്, അയർലൻഡ്, സ്കോട്ട്ലൻഡ് മുതലായ രാജ്യങ്ങളിൽ ചുറ്റിത്തിരിഞ്ഞ് സുവിശേഷം അറിയിച്ച ലക്ഷക്കണക്കിന് ആളുകൾ നിത്യരാജ്യത്തിന് അവകാശികളായി തീർന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ താമസിച്ചു വന്ന ഈ സ്ഥലത്ത് ഉണ്ടായിരുന്ന ചരിത്ര പ്രസിദ്ധനായിരുന്ന മഹാകവി KV സൈമൺ സാർ, അദ്ദേഹം കവലകളിൽ ധാരാളം പ്രസംഗിക്കുമായിരുന്നു. കൺവെൻഷനുകളിലും പൊതുവേദികളിലും പ്രസംഗിക്കുമായിരുന്നു. അങ്ങനെ എത്രയെത്ര ആളുകളെ നമുക്ക് ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. നാം ജീവിക്കുന്ന ഈ നൂറ്റാണ്ടിൽ ജീവിച്ച് ഉദയസൂര്യൻ പോലെ ഉദിച്ചുയർന്ന് അസ്തമിച്ച ഒരു മഹാനായ മനുഷ്യനായിരുന്നു തിരുവട്ടാർ ആർ കൃഷ്ണൻകുട്ടി. അദ്ദേഹം പ്രശസ്തനായിരുന്ന ഒരു കൺവെൻഷൻ പ്രസംഗനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ അയൽവക്കത്ത് വരാൻ കഴിയുന്ന പ്രസംഗവും വീര്യവും അതിനുള്ള ചങ്കൂറ്റമുള്ള പ്രസംഗർ ഇന്ന് ഇല്ല. വേദികളിൽ ഒരുക്കപ്പെട്ട വേദികൾ സംരക്ഷണ വലയം കിട്ടിയാൽ അവിടെ പ്രസംഗിക്കാൻ ബന്ധപ്പെട്ട് കടലും താണ്ടി കരയും താണ്ടി നടക്കുന്ന ആളുകളെ പോലെ അദ്ദേഹം വളരെ ക്രിസ്തുഭാരമുള്ളവനും ആത്മഭാരമുള്ളവനുമായി ആയിരക്കണക്കിന് കവലകൾ അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട്. തമിഴ്നാടിൻ്റെ പ്രാന്തങ്ങളിൽ, മലബാർ, കേരളത്തിൻ്റെ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയുള്ള സ്ഥലങ്ങളിൽ, പിന്നെ മറ്റ് പല സ്ഥലങ്ങളിലും അദ്ദേഹം അക്ഷീണം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ട്. നിരവധി വർഷങ്ങൾ അദ്ദേഹവുമായി വ്യക്തിഗതമായി ഒന്നിച്ച് സഹകരിച്ച് പ്രസംഗിക്കാൻ എനിക്കും അവസരം ഉണ്ടായിട്ടുണ്ട്. ഇന്നും അനേക ആളുകൾ ചെയ്യുന്നുണ്ട്. എന്നാൽ ഞാനിപ്പോൾ പൊതുവേദികൾ ഈ പരിസ്ഥിതി സ്ഥലത്ത് കാണുന്ന ഒന്നും നമ്മുടെ സോ കോൾഡ് പ്രശസ്തന്മാരെ അല്ല. അതായത്
പെന്തക്കോസ്തുകാരുടെയോ ബ്രദറുകാരുടെയോ അറിയപ്പെടുന്ന പ്രസംഗ വേദികളിൽ പ്രത്യക്ഷപ്പെടുന്ന വൈറ്റ് കോളർ ഉള്ള പ്രസംഗരെ ആരെയും ഈ തെരുവേദിയിൽ കാണുന്നില്ല. പാവപ്പെട്ട ചില സഹോദരന്മാരൊക്കെയാണ് അത് ചെയ്യുന്നത്. ഒരു പക്ഷെങ്കിൽ അവർക്ക് ഈ പ്രഭാഷകനെ പോലെ വലിയ വലിയ തെർമോഡൈനാമിക് പോലുള്ള കാര്യങ്ങൾ സംസാരിക്കാനോ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് വലിയ വീരവാദം മുഴക്കാനോ, ഇംഗ്ലണ്ടിലെ രാജാവ് രാത്രി 11 മണി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ ചെയറിൽ കാണുകയില്ല, ബക്കിംഗ്ഹാം കൊട്ടാരത്തിൻ്റെ വാതിൽക്ക് വഴിയായി കടന്നു പോകുന്ന വിശാല വീതിയിൽ കൂടി അദ്ദേഹം ഓന്തിൻ്റെ രൂപത്തിൽ രാത്രി യാത്ര ചെയ്തും ഇത് ആത്മലോകത്തുള്ള ആളുകൾക്കാണ് കാണാൻ കഴിയുന്നത് എന്നിങ്ങനെയുള്ള വീരവാദങ്ങൾ പറയാറില്ല. അതുപോലെ ഏലിയൻസ് ആയിട്ടുള്ള ജീവികൾ, അന്യഗ്രഹ ജീവികൾ വന്നിട്ട് പെൺകുട്ടികളെ അപ്ഡക്റ്റ് ചെയ്ത് അവരെ ഗർഭിണികളാക്കി മറ്റു രാജ്യങ്ങളിൽ കൊണ്ടുപോയി പാർപ്പിക്കുക, അവിടെ പ്രസവിക്കുക ഇത്യാദി കാര്യങ്ങളെ കുറിച്ചൊക്കെ പ്രസംഗിക്കുക. ഇതൊന്നും ചെയ്യാൻ പ്രാപ്തിയുള്ള ആൾക്കാരായിരിക്കുകയില്ല ഈ തെരുവിൽ നിന്ന് പ്രസംഗിക്കുന്ന പാവപ്പെട്ട സുവിശേഷ വിലക്കാർ. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, അവർ വിളിച്ചു പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്ഷാമാർഗമാണ് എന്ന് മാത്രമല്ല, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് അപ്പോസ്തലനായ പൗലൂസ് റോമാലേഖനത്തിൽ ഉദ്ധരിക്കുന്ന ഒരു വാക്യം വളരെ പ്രശസ്തമാണ്. നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ പർവ്വതങ്ങളിൽ എത്ര മനോഹരം. ഒരു പക്ഷെങ്കിൽ അവർക്ക് നോട്ടുണ്ടെന്ന മെഷീൻ ഉണ്ടായിരിക്കുകയില്ല, അവർക്ക് വണ്ടിക്കൂലിക്ക് പോലും പൈസ കാണുകയില്ല, മനഃപൂർവ്വമായി ആരെങ്കിലും അവരോട് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു എന്ന് വരികയില്ല, അവർക്ക് വലിയ സൗന്ദര്യം കാണുകയില്ല, വലിയ ഭയങ്കരമായിരിക്കുന്ന മൈക്ക് സിസ്റ്റവും സംവിധാനങ്ങളും ജനറേറ്ററുകളും പിന്നെ വമ്പിച്ച ജനാവലികളും സംഘാടകരായ പ്രതിനിധി അംഗങ്ങളും ഒന്നും ഉണ്ടായിരിക്കുകയില്ല. എങ്കിലും അവർ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിനെയാണ് പ്രസംഗിക്കുന്നത്. പൗലോസ് ഫിലിപ്പിയരിൽ പറയുമ്പോൾ ചിലർ ക്രിസ്തുവിനെ അസൂയയും പിണക്കവും നിമിത്തം പ്രസംഗിക്കുന്നു, ചിലരോ നല്ല മനസ്സോട് തന്നെ. എങ്കിലും ഞാൻ അതിൽ സന്തോഷിക്കുന്നു, അവർ ക്രിസ്തുവിൻ്റെ ക്രൂശിനെ അല്ലയോ പ്രസംഗിക്കുന്നത് എന്ന് അപ്പോസ്തലൻ പറയുന്നു. പ്രിയമുള്ളവരെ, ഞാൻ ഇവിടെ ഓർപ്പിക്കട്ടെ, ഏതായാലും ഈ മാന്യദേഹം അദ്ദേഹം ഏതെങ്കിലും ഒരു കവലയിൽ കേരളത്തിലോ ഇന്ത്യയിലോ എവിടെയെങ്കിലും നിന്ന് പ്രസംഗിച്ചതായിട്ട് ഞങ്ങളാരും കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. ഒരു പക്ഷെങ്കിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ടാവാൻ സാധ്യതയില്ല. ഇനി മറ്റൊരു കാര്യം കൂടെ ഞാനിവിടെ പറയാം. ഈ ഒരു കൺവെൻഷൻ വേദിയിൽ കയറി നിന്ന് 2, 3, 4, 5 പ്രസംഗങ്ങൾ കൊണ്ട് പുൾപ്പിറ്റിൽ നിന്ന് പുൾപ്പിറ്റിലേക്ക് ഓടി നടന്ന് പ്രസംഗിക്കുന്ന പ്രസംഗങ്ങളുടെ കൺവെൻഷൻ ശൈലി പരസ്യ യോഗ സ്ഥലത്ത് പ്രയോജനപ്പെടുകയില്ല. കാരണം പരസ്യ യോഗ സ്ഥലത്ത് നാനാതുറകളിൽപ്പെട്ട ആളുകളാണ് പ്രേക്ഷകരായിട്ടുള്ളത്. അങ്ങനെയുള്ള ആളുകളെ ജനകീയമായ നിലയിൽ ജനകീയ പ്രഭാഷണങ്ങളിൽ കൂടി അവരെ അപ്രോച്ച് ചെയ്താൽ മാത്രമേ നമ്മിലുള്ള ആശയത്തെ നമുക്ക് ഫലകരമായ നിലയിൽ പ്രസന്റ് ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പരസ്യയോഗത്തിൻ്റെ ശൈലി വേറെയാണ്, പരസ്യയോഗത്തിനുള്ള ബന്ധപ്പാടുകൾ വേറെയാണ്. പിന്നെ അതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരുപാട് കായിക ബുദ്ധിമുട്ടുള്ള വിഷയമാണ്. മലയും കാടും പിന്നെ ഇടതൂർന്ന വില്ലേജുകളും ഗ്രാമപ്രദേശങ്ങളും ഒക്കെ അലഞ്ഞിരിഞ്ഞ് നടന്ന് 70 രൂപയുടെ സാധാരണ ഹോട്ടലിലെ ശാപ്പാടും കഴിച്ച് സ്വന്തം ചെലവിന്മേൽ യുദ്ധസേവ ചെയ്ത് കർത്താവിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അതിനെപ്പോലും നിരൂപണങ്ങളിൽ കൂടെ വിമർശിച്ച് മാനസികമായി തളർത്തി മറ്റുള്ള ആളുകളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന പ്രവണത ശരിയല്ല. ആളുകളെ ഏതെങ്കിലുമൊക്കെ നിലയിൽ വശീകരിച്ച് ദൈവവചനത്തിന് വിപരീതമായതിനുള്ള ഉപദേശങ്ങളും മറ്റും പ്രസംഗിപ്പിച്ച് അന്ധവിശ്വാസത്തിൻ്റെ പന്താവിൽ കൂടെ അവരെ ആനയിച്ച് അവരുടെ സ്തോത്രാഴ്ചയൊക്കെ വാങ്ങിക്കൂട്ടി വേണ്ടുവോളം പൈസ എണ്ണാനുള്ള നോട്ടെണ്ണൽ മെഷീനും ഒക്കെ വാങ്ങിവെച്ച് പിന്നെ ഫുൾ സ്യൂട്ടിൽ തന്നെ അയർലൻഡിൻ്റെയും സ്വിറ്റ്സർലൻഡിൻ്റെയും അതുപോലെ ഫ്രഞ്ചിൻ്റെയും ഒക്കെ പ്രസിഡന്റ്മാർ സ്റ്റുഡിയോ റൂമിൽ ഇന്ന് ഇൻ്റർവ്യൂ ചെയ്യുന്ന പോലെ ഒക്കെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളുകളെ മഹാന്മാരായി ചുമന്നു നടക്കുന്ന ആളുകൾ ഉണ്ടാകാമായിരിക്കാം. പക്ഷേ ഒരു വസ്തുത ഞാൻ പറയുകയാണ്, കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിച്ച് ജീവിതത്തിന് രൂപാന്തരം പ്രാപിച്ചിട്ടുള്ള, ജീവിതത്തിൽ രൂപാന്തര അനുഭവം ഉണ്ടായിട്ടുള്ള ആളുകൾക്ക് ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുവാനുള്ള ആത്മീകമാകുന്ന ആവേശം അവരുടെ ഹൃദയങ്ങളുണ്ടായിരിക്കും. അവർ നിശ്ചയമായിട്ടും അത് പറയും. പത്രോസ് പറയുമ്പോൾ തൻ്റെ ലേഖനത്തിൽ ഇങ്ങനെ പറയുകയാണ്, ഞങ്ങൾ അവൻ്റെ തേജസ് അതിപരിശുദ്ധനായവൻ്റെ വായിൽ നിന്നുള്ളവരുടെ തേജസ്സായി കണ്ടു എന്നാണ്. എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾ അവൻ്റെ മഹിമ കണ്ട സാക്ഷികളാണ്. മഹിമ കണ്ട സാക്ഷികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പത്രോസ് തന്നെ പറയുന്നു, ഞങ്ങൾ അവനോടുകൂടെ മലയിലിരിക്കുമ്പോൾ, അത് പർവ്വതത്തിലിരിക്കുമ്പോൾ അതിപരിശുദ്ധ തേജസ്സങ്ങളിൽ ഈ ശബ്ദം ഞങ്ങൾക്കുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിക്കുന്നു, ഇവന് ചെവി കൊടുപ്പിൻ. ഇത് പത്രോസ് പറയുന്നത് ഞങ്ങൾ പ്രസംഗിക്കുന്നത് നിർമ്മിത കഥകളെ അടിസ്ഥാനമാക്കിയിട്ടല്ല, പിന്നെ എങ്ങനെയാണ്? അവൻ്റെ മഹിമ കണ്ട സാക്ഷികളായിട്ടാണ്. ക്രിസ്തുവിൻ്റെ ആളത്വം, അവൻ്റെ ആളത്വത്തിൻ്റെ മനോഹാരിത, അവൻ്റെ വായിൽ നിന്ന് വരുന്ന ലാവണ്യവാക്കുകൾ,
അവൻ്റെ സ്നേഹസ്പർശനം, അവൻ്റെ ശുശ്രൂഷയുടെ ലക്ഷ്യം, അതുപോലെ അവൻ്റെ ശാന്തത, സൗമ്യത, ഇതെല്ലാം കണ്ടവരും കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് പരസ്യമായ സാക്ഷ്യം വഹിച്ചവരും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ സാക്ഷി നിന്നവരുമായിട്ടുള്ള ആളുകളായിരുന്നു അപ്പോസ്തലന്മാർ. അവർ കണ്ടും കേട്ടും തൊട്ടും അറിഞ്ഞും വന്ന കാര്യങ്ങളെ അവർ പ്രസംഗിച്ചു. കർത്താവിൻ്റെ ശിഷ്യന്മാരൊക്കെ കവലകൾ പ്രസംഗിക്കുന്നവരായിരുന്നു. ബൈബിൾ ചരിത്രത്തിലെ ഏറ്റവും പ്രസിദ്ധനായിരിക്കുന്ന സുവിശേഷകൻ എന്നറിയപ്പെടുന്ന അപ്പോസ്തലനായ പൗലോസ് ഒരു കവല പ്രസംഗിയായിരുന്നു. നിങ്ങൾ വായിച്ചുകൊള്ളുക പ്രവൃത്തിയുള്ള പുസ്തകം 13-ാം അധ്യായത്തിൽ നിന്ന് ആരംഭിക്കുന്ന അദ്ദേഹത്തിൻ്റെ 1, 2, 3 പ്രേക്ഷിത പ്രവർത്തനങ്ങൾ. ആ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെ സഹകരിച്ചിട്ടുള്ള ശീലാസ്, തിമോത്തിയോസ്, തീത്തോസ്, പിന്നെ ലൂക്കോസ് മുതലായ ആളുകളും അവർ ചെന്ന് നിന്ന് പ്രസംഗിച്ച സ്ഥലം പുഴയോരങ്ങൾ, ചന്തസ്ഥലങ്ങൾ, തെരുവീതികൾ, ഇതൊക്കെയായിരുന്നു. പൗലോസ് പ്രസംഗിച്ച സ്ഥലങ്ങളിൽ സിംഹഭാഗവും തെരുവോരങ്ങളായിരുന്നു. തെരുവിൽ വെച്ചാണ് അവൻ അടികൊണ്ടത്. തെരുവിൽ വെച്ചാണ് അവനെ മരിച്ചവനെ പോലെ വലിച്ചിഴച്ച് പട്ടണത്തിൻ്റെ വെളിയിലേക്കിട്ടത്. അവിടെ നിന്നാണ് അവൻ കാല് ഊന്നി നിവർന്നു നിന്ന് അടുത്ത പട്ടണമായ ഇക്കോനിയിലേക്കും അവിടുന്ന് അന്ത്യോക്യയിലേക്കും പോയത്. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിൾ ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തനായ തെരുവ് പ്രസംഗി അപ്പോസ്തലനായ പൗലോസായിരുന്നു. പൗലോസിനെ പോലും ഈ പറയപ്പെട്ട പ്രഭാഷകന് ഒരു പക്ഷെങ്കിൽ പുച്ഛമായിരിക്കും എന്ന് ഞാൻ കരുതട്ടെ. പ്രിയമുള്ളവരെ, ഏതായാലും ഒരു വസ്തുത ഞാൻ പറയുന്നു. ഒരുപാട് ആളുകൾ കവലകളിൽ നിന്ന് പ്രസംഗിക്കുന്നുണ്ട്. ഇനി ഇദ്ദേഹം പറയുന്നത് ഈ കഴിഞ്ഞ കാലങ്ങൾ മുഴുവൻ ഇങ്ങനെയുള്ള തെരുവിൽ പ്രസംഗിച്ചവർക്ക് ഒരു 5000 പേര് അല്ല ഒരു 50 പേരെ അക്രൈസ്തവ മതത്തിൽ നിന്ന് ക്രിസ്തു സ്വഭാവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ കഴിയും. ക്രിസ്തു സ്വഭാവം സ്വീകരിച്ച എത്ര വിശ്വാസികൾ ഇവിടെ ഉണ്ട് പെന്തക്കോസ്തുകാരുടെയും വേർപാടുകാരുടെയും? എന്താണ് ക്രിസ്തുവിൻ്റെ സ്വഭാവം? സ്നേഹം, സന്തോഷം, സമാധാനം, ശത്രുക്കളെ സ്നേഹിക്കുക, പിന്നെ മറ്റുള്ളവൻ്റെ കുറവുകളെ മനഃപൂർവ്വമായി മറക്കുക, പിന്നെ ഒരുവൻ്റെ കുറവുകളെ മാന്തിയെടുത്ത് അവനെ ആക്രമിക്കാതിരിക്കുക, അവനെ നശിപ്പിക്കാതിരിക്കുക, ഇത് അവന് വേണ്ടുന്ന ശുശ്രൂഷകൾ ചെയ്യുക, പിന്നെ അവസാനത്തോളം സ്നേഹിക്കുക. ഇങ്ങനെയൊക്കെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സ്വഭാവ വിശേഷങ്ങളാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെത്. സ്വാർത്ഥരഹിതമായ പവിത്രമായിരിക്കുന്ന ജീവിതത്തിൻ്റെ സമൂഹത്തിലെ വ്യത്യസ്തരായ ജനതകളോടുകൂടെ ഇടപഴകുമ്പോഴും പാപത്തിൻ്റെ ലാഞ്ചന ലെവലേഷൻ പോലും ജീവിതത്തെ സ്പർശിക്കാത്ത നിർമ്മലമായ, നിങ്ങൾ ആർക്കെന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്താൻ കഴിയുമെന്ന് തന്നെ പരക്കം വിമർശിച്ച പരീക്ഷ പക്ഷത്തിൻ്റെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടിക്കൊണ്ട് ചോദിച്ച വ്യക്തിയായിരുന്നു ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശു. ഈ യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപമായി എത്ര ആളുകൾ ഇവിടെയുണ്ട്, ഇവിടുത്തെ എത്ര പ്രഭാഷകരുണ്ട് ഒന്ന് ചൂണ്ടിക്കാണിച്ചാട്ടെ. ഈ വിമർശന വീതിയിൽ വന്നു നിൽക്കുന്ന ഈ പ്രഭാഷകൻ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിന് അനുരൂപമായി രൂപാന്തരപ്പെട്ട വ്യക്തിയാണോ, അല്ലെങ്കിൽ അങ്ങനെ വന്ന ആളാണോ? അത് തന്നെയല്ല, സുവിശേഷം എന്ന് പറയുന്നത് അക്രൈസ്തവ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടി മാത്രമുള്ളതാണോ? കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചില്ലാത്ത, പാപമോചനം പ്രാപിച്ചില്ലാത്ത ഏത് മനുഷ്യനെയും അറിയിക്കുവാനുള്ള സദ്വർത്തമാനമാണ് സുവിശേഷം. അത് അറിയിക്കുന്നതിൽ ഞാൻ യഹൂദന്മാർക്കും യവനന്മാർക്കും ഒരുപോലെ കടംപെട്ടിരിക്കുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല, ഇവിടെ പര്യവസാനിപ്പിക്കുകയാണ്. കവലപ്രസംഗം വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു ശുശ്രൂഷയാണ്. ഈ ബലഹീനായ ഞാനും ആ ശുശ്രൂഷയിൽ എളിയ നിലയിൽ ഭാഗവാക്കാകാറുണ്ട്. എൻ്റെ കൂടെ കൂടുതൽ ആളുകളെ ഒന്നും സംഘടിപ്പിക്കാനുള്ള കാര്യം, അവരെ ഒന്നും സംഘടിപ്പിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് വണ്ടിക്കൂലി പോലും കൊടുക്കാനോ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാനോ ഉള്ള മാർഗം എനിക്കില്ല. അപൂർവമായി ചില സഹോദരന്മാർ 2-3 പേർ എൻ്റെ കൂടെ അപൂർവമായി വരും. അത് വല്ലപ്പോഴും എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ അവർക്ക് വണ്ടിക്കൂലിയെങ്കിലും കൊടുക്കാൻ ശേഷിയുള്ളൂ. അല്ലാത്തപ്പോൾ ഞാനും എൻ്റെ ഭാര്യയും കൂടാണ് പോകുന്നത്. ഒരു 40, 45, 50 കവലകളിലൊക്കെ ഞങ്ങൾ പലയിടങ്ങളിലായി ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് വല്ലപ്പോഴും ഞങ്ങൾ ജീവിച്ചിരിപ്പുണ്ട്, ഇങ്ങനെ ശുശ്രൂഷ ചെയ്യുന്നുണ്ട് എന്ന് ദൈവമക്കൾ അറിയട്ടെ, പ്രാർത്ഥിക്കട്ടെ എന്ന് വെച്ച് ചിലപ്പോഴെങ്ങാനും ഞാൻ ഫേസ്ബുക്കിൽ ഇടാറുണ്ട്. എങ്കിലും കഴിഞ്ഞ 3 മാസം കൊണ്ട് അങ്ങനെയും ഞാൻ ഇട്ടിട്ടില്ല. കാരണം പല സ്ഥലങ്ങളിലും ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാറില്ല. അതിന് പല കാരണങ്ങളുണ്ട്. കാരണം 1-2 സ്ഥലങ്ങളിൽ ഇപ്പോൾ ഈ ഞാനൊരു 3-4 മാസം മുമ്പ് ഇതിൻ്റെ വീഡിയോ എടുത്തപ്പോൾ 1-2 സുവിശേഷ വിരോധികളായ ആളുകൾ വൈ ഷുഡ് യു ടേക്ക് ദ വീഡിയോ ഓഫ് യുവർ പ്രീച്ചിങ് എന്നോട് ചോദിച്ചു. അത് ഞാൻ നല്ല ഉദ്ദേശത്തിലാണ്. 2 ഉദ്ദേശമുള്ള. ഒന്ന്, ഞാൻ പ്രസംഗിച്ച വിഷയങ്ങളിൽ ഏതെങ്കിലും അൺപാർലമെൻ്ററി ആയിട്ടുള്ള, അല്ലെങ്കിൽ മതവിദ്വേഷമുണ്ടാക്കുന്ന, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വെറുപ്പുണ്ടാകുന്ന ഏതെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് എനിക്ക് തന്നെ അത് റീഹിയർ ചെയ്ത ശേഷം കറക്റ്റ് ചെയ്യാൻ സാധിക്കുമല്ലോ എന്നുള്ളതാണ് ഞാൻ വീഡിയോ എടുക്കുന്നതിലെ ഒരു ഉദ്ദേശം. 2, പല പ്രാവശ്യം എനിക്കത് കേൾക്കുമ്പോൾ അതിലേതെങ്കിലും ഇതിന് പോരായ്മകളുണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കും. അതിനുവേണ്ടിയായിരുന്നു ഞാൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ അപൂർവമായി അവയിൽ 1-2 ഒക്കെ ഞാൻ വല്ലപ്പോഴും ഒക്കെ പോസ്റ്റും ചെയ്യാറുണ്ടായിരുന്നു. അതുകൊണ്ട് കഴിഞ്ഞ 2-3-4 മാസമായി
ഞാൻ നടത്തിയ ഒരൊറ്റ പരസ്യ കവലകളിലെ പ്രസംഗ ശുശ്രൂഷയും ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല. അത് ചെയ്യണ്ട എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാനിവിടെ വെറുതെ പുറം ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നർത്ഥമില്ല. പിന്നെ ആഴ്ചയുടെ തിങ്കൾ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ ഈ വിശ്വാസികൾ എന്ന് പറയുന്ന, വീണ്ടും ജന്മം പ്രാപിക്കാതെ രക്ഷിക്കപ്പെട്ടാണെങ്കിൽ സ്നാനപ്പെട്ടാന്ന് പറയുന്ന, എന്നാണ് രക്ഷിക്കപ്പെട്ടെന്ന് ചോദിച്ചാൽ ഇത്രാം തീയതിയാണ് അഭിഷേകം പ്രാപിച്ചാണെന്ന് പറയുന്ന, വാലും തലയും തിരിച്ചറിയാൻ വയ്യാത്ത, മനസ്സിലായോ, അത് അല്ലാത്ത കുറേ പാവങ്ങളെ വിളിച്ചു കൂട്ടി ഒരു ടെൻറ്റിൻ്റെ അകത്താക്കി അവരെ മാസ്മരികതയുടെ മുൾമുനയിൽ നിർത്തി അന്ധവിശ്വാസത്തിൻ്റെ പന്താവിലൂടെ അവരെ നയിച്ച് ദൈവവിരുദ്ധ വെളിയിൽ അബദ്ധ സഞ്ചാരം ചെയ്യിച്ച് സ്തോത്രാഴ്ച പാത്രത്തിൽ അവരുടെ പണം വാങ്ങി ജീവിക്കുന്ന, സമ്പന്നനാകുന്ന, പ്രശസ്തരാണെന്ന് സ്വയം അഭിമാനിക്കുന്ന ആളുകളെക്കാൾ എത്രയോ 10 മടങ്ങ് മെച്ചമാണ് കവലകളിൽ നിന്നുകൊണ്ട് പരസ്യകായമില്ലാതെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വിളിച്ചു പറയുന്ന സുവിശേഷം. ഇപ്പോൾ തന്നെ ഞാൻ പറയട്ടെ, എനിക്ക് ഈ കവലകൾ, ഞാൻ സാമാന്യ വിദ്യാഭ്യാസമുള്ള മനുഷ്യനാണ്, ഒരുപാട് വലിയ പുള്ളിയൊന്നും അല്ലെങ്കിലും. കാര്യം ഇവിടെ എനിക്ക് എന്നോട് പലരും ചോദിച്ചു, ഞാൻ ഒരിക്കലും കവലയിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ എൻ്റെ വൈഫിനെ വിളിച്ച ആൾ പറഞ്ഞു, അച്ഛനോട് പറയണം ഈ നാണം കെട്ട പണി ചെയ്തെന്ന് പറഞ്ഞാൽ മറ്റൊരു സ്വഭാവത്തിൽപ്പെട്ട ആളാണ്. കാര്യം എത്രയോ കണ്ടാൽ നല്ല പേഴ്സണാലിറ്റി ഒരു മനുഷ്യൻ ഈ കവലയിൽ നിന്നുകൊണ്ട് ഇങ്ങനെ വിളിച്ചു, അത് ശരിയല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറയുമ്പോൾ ഞാൻ പറഞ്ഞറിയാവോ, ഞാൻ ഇനിയും മേലാലും ഇത് തന്നെ പറയും. കാരണം കർത്താവിനെ സ്നേഹിച്ചു, ആ സ്നേഹത്തിൻ്റെ സന്ദേശം മറ്റുള്ളവരെ അറിയിക്കുക അതെൻ്റെ ഉത്തരവാദിത്വമാണ്, എൻ്റെ കടമയാണ്. ഇത് സദ്വർത്തമാന ദിവസമല്ലോ. ഇത് നാം പട്ടണത്തിൽ ചെന്ന് മറ്റുള്ളവരെ അറിയിക്കാതിരുന്നാൽ കുറ്റം നമ്മുടെ മേലിലേക്കും. അതുകൊണ്ട് കർത്താവിൻ്റെ വിധിയുടെ ദിവസത്തിൽ ദൈവം എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ഒരളവെങ്കിലും ചെയ്യാൻ എനിക്കിടയായല്ലോ എന്നുള്ള എൻ്റെ സന്തോഷമാണ് ഞാൻ ഈ കവലകളിൽ പോയി പ്രസംഗിക്കാൻ എനിക്ക് നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നത്. അല്ല, ഇവിടെ എന്നെ ആരെങ്കിലും വിളിച്ച് കൺവെൻഷൻ പ്രസംഗിക്കും, കർത്താവ് വരുന്നവരെ ഒരുത്തരും എന്നെ വിളിക്കാൻ പോകുന്നില്ല. വിളിച്ച് പ്രസംഗിക്കും, ആരെങ്കിലും വിളിക്കാൻ, ആരെയും ക്യാൻവാസ് ചെയ്യാനും മുഖസ്തുതി പറയാനും കമ്മിറ്റിക്കാരെ സ്വാധീനിക്കാനും പിന്നെ ധനവാന്മാരായ ആൾക്കാരുടെ അടുത്ത് പോയി അവരുടെ ഇംഗിതങ്ങൾക്ക് വിധേയപ്പെട്ട് അവരെ സുഖിപ്പിച്ച് സംസാരിക്കാനും ഒന്നും ആദ്യം മുതലേ അറിയാൻ വയ്യാത്ത ഒരു മനുഷ്യനും ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്നതുമായതുകൊണ്ട് അതൊന്നും എൻ്റെ വിഷയമല്ല. എന്നാൽ ഞാനൊരു കാര്യം പറയാം, എൻ്റെ വിഷയം ക്രിസ്തുവിനെ അറിയിക്കുക എന്നുള്ളതാണ്. ഞാൻ ഇന്ന് വരെയും അത് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇനി അതിലെത്ര പേര് സ്വർഗരാജ്യത്തിലുണ്ടാകുമെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഈ പറയപ്പെട്ട ഓന്തോളജിസ്റ്റ് പറഞ്ഞതുപോലെ എനിക്ക് എൻ്റെ കണക്കൊന്നും ഇവിടെ എടുക്കേണ്ട ആവശ്യമില്ല. കർത്താവിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, രക്ഷിക്കപ്പെട്ടവർ അത് കേട്ട് ദൈവവചനം കേട്ട് വിശ്വസിച്ചവർ ദൈവരാജ്യത്തിലുണ്ടായിരിക്കും. അത് കർത്താവാണ് അവരുടെ കണക്കിൽ നോക്കുന്നത്. മറുഭാഗം ചോദിക്കാം, ഇത് കണക്ക് കൊടുക്കാൻ ആരോടെങ്കിലും ചെലവിന് വാങ്ങിച്ചെങ്കിലല്ലേ കണക്ക് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ചെലവിന് വാങ്ങാൻ ആരും പിരിവ് നടത്തുകയോ സംഭാവനകൾക്ക് വേണ്ടി റിക്വസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിന് വേണ്ടി പ്രത്യേകിച്ച് അക്കൗണ്ട് ഉണ്ടാക്കുകയോ ചെയ്യാത്തുള്ള കാലം ഇവിടെ മാനുഷികമായി ആരുടെയും മുമ്പാകെ റിപ്പോർട്ട് സമർപ്പിക്കേണ്ട ആവശ്യവുമില്ല. ദൈവം പ്രാപ്തിപ്പെടുന്നതനുസരിച്ച് അത് ചെയ്തുകൊണ്ടിരിക്കുന്നു, മേലാലും ചെയ്യുന്നു. പരസ്യ കവലകളിൽ വിവിധങ്ങളായ നിലകളിൽ നിന്നുകൊണ്ട് കർത്താവിന് വേണ്ടി ഒന്നുമല്ലാതായി തീർന്ന് കർത്താവിൻ്റെ സുവിശേഷം അറിയിക്കുന്ന എൻ്റെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും സഭാഭേദമന്യേ ഞാൻ എൻ്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യാതൊന്നിലും കുലുങ്ങിപ്പോകാതെ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 58-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും കർത്താവിൽ നിങ്ങളുടെ പ്രയത്നം വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കാൻ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ച് വരുന്നവരും ആകുവീൻ എന്ന് പൗലോസ് പറഞ്ഞ പോലെ കർത്താവിൻ്റെ വേലയിൽ നമുക്ക് വർദ്ധിച്ചു വരാം. ഒരു പക്ഷെങ്കിൽ സ്വർഗരാജ്യത്തിൽ ചെല്ലുമ്പോൾ ഇവിടുത്തെ ആണ്ടിൻ്റെ 365 ദിവസവും കൺവെൻഷനുകളിലും ക്യാമ്പുകളിലും പ്രസംഗിച്ച് വേദികളിൽ നിന്ന് വേദികളിലേക്ക് ജമ്പ് ചെയ്ത് ശുശ്രൂഷ ചെയ്തു പോകുന്ന പല ആളുകളെക്കാളും സ്വർഗം ആദരിക്കുന്നത് കവലകളിൽ നിന്ന് കർത്താവിന് വേണ്ടി വേദി കൊണ്ടുവന്ന് പ്രസംഗിച്ച പാവപ്പെട്ട ദൈവദാസന്മാരെ ആയിരിക്കും. അത് അന്നാൾ മാത്രമേ വെളിപ്പെടുള്ളൂ. ഇവർക്ക് പ്രതിഫലം കിട്ടി അവിടെ ചെല്ലുമ്പോൾ നമുക്കത് കർത്താവിൻ്റെ സന്നിധിയിൽ പുകഴ്ചയ്ക്കും മാന്യതയ്ക്കും മുഖാന്തരമായി ഭവിക്കും എന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ക്രൂശിൻ്റെ സാക്ഷ്യം പറയുന്നതിൽ പ്രബുദ്ധരായി പിന്നെയും മുന്നേറുക. അതിനാവശ്യമായ കൃപ കർത്താവ് ഏവർക്കും നന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കിൽ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ.